ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലത്തെ വ്ളോഗൊന്നും അല്ല കേട്ടോ, വൈകുന്നേരത്തെ വ്ളോഗാണ്. രാവിലെ നമ്മുടെ അപ്പുക്കുട്ട സ്കൂളിൽ പോകുന്നത് മാത്രമേ ഞാനൊന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, മതി മതി. ഏട്ടൻ രാവിലെ വീട്ടിലുണ്ടെങ്കിൽ അപ്പുക്കുട്ടൻ പറയും ഇന്ന് എന്നെ അമ്മ കൊണ്ടുവിടണ്ട, ഇന്ന് എന്നെ അച്ഛൻ കൊണ്ടുവിട്ടാൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ കൊണ്ടുവിടുമ്പോൾ അവന് സൈക്കിൾ ചവിട്ടി പോകാം കേട്ടോ. എന്നോട് ചോദിക്കും അമ്മ ഇന്ന് ഞാൻ സൈക്കിൾ എടുത്തോട്ടെ. ഇത് തിരിച്ച് ഞാൻ ചുമന്നുകൊണ്ട് വരുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. ഏട്ടനാണെങ്കിൽ അതിങ്ങ് ചുമന്നുകൊണ്ട് വന്നോളും. അതുകൊണ്ട് ഇന്ന് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ, സൈക്കിളും ചവിട്ടിയിട്ട് വലിയ പുള്ളിയെ പോലെ. അപ്പുക്കുട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് വീട്ടിലെ പണികളെല്ലാം തീർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വൈകുന്നേരം ആയിപ്പോയി കേട്ടോ. അവൻ വന്നപ്പോഴാണ് ചോദിച്ചത് അമ്മ എനിക്കിന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞല്ലേ എന്ന്. സ്കൂളിൽ പോകാൻ നേരത്തെ അവൻ എന്നോട് പറഞ്ഞു അമ്മ അവനിന്ന് ലഞ്ച് ബോക്സിൽ സാൻഡ്വിച്ച് വരും, അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുവരുന്നു, അവനും അത് മതി. അത് കാണുമ്പോൾ അവന് സങ്കടം വരും, എനിക്ക് മാത്രം ചോറെന്നും പറഞ്ഞ്. പക്ഷെ ഞാൻ സ്കൂളിൽ കൊടുത്തു വിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് വൈകുന്നേരം വരുമ്പോഴത്തേനും ഉണ്ടാക്കി വെക്കാമെന്ന്. കാരണം ചിക്കനൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നെ കടയിൽ പോയി കെപ്കോയിൽ നിന്നാട്ടോ നമ്മൾ ചിക്കൻ വാങ്ങിയത്. അതാകുമ്പോൾ ബോൺലെസ് ചിക്കൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്ത് 3 4 നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും അനന്തു സ്കൂളിലൊക്കെ പോയിട്ട് ഞങ്ങൾ ആടിപ്പാടി തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേന് അനന്തുവിന് ഇഷ്ടമുള്ള സാധനമായിരിക്കും കേട്ടോ അമ്മ ഉണ്ടാക്കി വെക്കുന്നത്. നൈസായിട്ട് ഞാനതങ്ങനെ ആക്കി വെക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എന്ത് കൊടുത്താലും അങ്ങ് തിന്നോളും. എനിക്കാണെങ്കിൽ അമ്മ വരുമ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് ഇലയപ്പം, അതുപോലെ ഉണ്ട, ശർക്കരക്കകത്ത് ഈ ശർക്കര അകത്തൊക്കെ വെച്ച ഉണ്ട, ഇതൊക്കെയായിരിക്കും. ഇതൊന്നും എനിക്ക് പിടിക്കത്തില്ല. എനിക്ക് അന്നും ഇന്നും ഒക്കെ പിടിക്കുന്നത് പപ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് എപ്പോഴും പറഞ്ഞ് വഴക്കിടാറുണ്ട് അമ്മയ്ക്ക് അനന്തൂനെയാണ് സ്നേഹം എന്ന്. അമ്മ തിരിച്ചും പറയാറുണ്ട് നീ ഉണ്ടാക്കുന്നതൊന്നും തിന്നാത്തത് ഇപ്പം ഞാൻ എന്തോ ചെയ്യാനാണെന്ന് പറയാറുണ്ട്. ഈ നിമിഷം വരെ ഞാൻ അമ്മയെ അങ്ങനെ പറയും, അമ്മ അനന്തൂന് ഇഷ്ടമുള്ളത് മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പുക്കുട്ടന് ഞാൻ ഇതാ ഉണ്ടാക്കുന്നത്. അവനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ കൂടുതൽ ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയാലൊന്നും അത് അത്രയ്ക്ക് അങ്ങോട്ട് തിന്നത്തില്ല. അതല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് വലിയ പാടൊന്നുമില്ല കേട്ടോ, എല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ ഒരു കഷ്ണം തന്നെ ഇങ്ങനെ 3 4 മുറിച്ചിട്ട് അതിങ്ങനെ അടിച്ച് പമ്പരമാക്കുക. കാരണം അതിൻ്റെ ഇടയിൽ മസാലയൊക്കെ കയറി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ആദ്യം ഞാൻ വിചാരിച്ചു മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ വറുത്ത് പേസ്റ്റ് ആക്കിയാലോ നമുക്ക് കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അത് ഇരട്ടി പണിയാണ്, ഇതാവുമ്പോൾ എളുപ്പപ്പണിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടെ ഒന്നും ചെയ്യുന്നില്ല, 2 പീസ് എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ബാക്കി ഞാൻ ഫ്രൈ ചെയ്യാനോ കറി വെക്കാനോ അങ്ങ് എടുക്കാം, പിറ്റേ ദിവസത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ചിക്കൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക കേട്ടോ. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ചെറിയൊരു ഫ്ലേവർ മതി എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു. ഈ ഒരു പാത്രം എവിടെ നിന്നാണ് ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ടും കമൻറ്റിലൂടെ ഒക്കെ മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, ഇത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അച്ഛനൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നില്ല ഇവള് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവിടെ ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കണമെന്ന്. കാരണം തേങ്ങ പോലും ഞാൻ വിടത്തില്ല, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു എന്ന് പറഞ്ഞൊരു കത്ത് എഴുതി വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് കാണാതാവുമ്പോൾ തന്നെ അച്ഛനും അമ്മയും പറയും അത് അവൾ കൊണ്ടുപോയെന്ന്. അതുപോലെ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട് എടുത്തൊരു പാത്രമാണ് കേട്ടോ. ഞാൻ ഇതിലാണ് ചപ്പാത്തി ചുടുന്നതും മീൻ വറക്കുന്നതും ഈ ഒരു പാത്രത്തിലാണ്. ദോശ ചുടാൻ വേണ്ടി മാത്രമാണ് ദോശക്കല്ല് ഉപയോഗിക്കുന്നത്. സാധാരണ ചിലർ അതിൽ ഈ ദോശക്കല്ലിൽ തന്നെ ചപ്പാത്തിയൊക്കെ ചുടുമ്പോഴാണ് ഈ ദോശക്കല്ല് ഒട്ടിപ്പിടിക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ദോശക്കല്ല് ദോശ ചുടാൻ വേണ്ടി മാത്രം എടുത്തു കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് തോറ്റുപോകും, അതുപോലെ പുഷ്പം പോലെ ഇങ്ങനെ ഇളകി വരും. അപ്പം ഞാൻ ഇന്നത് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് കേട്ടോ ബട്ടർ തീർന്ന കാര്യം ഞാൻ മറന്നുപോയത്. എങ്കിൽ പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ മത്സരമൊന്നും നടക്കുന്നില്ലല്ലോ, നമ്മുടെ കൊച്ചു മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഒരുപാടിട്ട് മൊരിക്കരുത് കേട്ടോ. മൊരിഞ്ഞോന്ന് ചോദിച്ചാൽ മൊരിഞ്ഞു, എന്നാൽ വെന്തോന്ന് ചോദിച്ചാൽ വെന്തു, ആ ഒരു ഇതിൽ മതി. ഇടയ്ക്കിട്ട് തിരിച്ചിട്ട് അതൊന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കണം. ആ ചിക്കൻ വറക്കുന്ന ആ ഒരു സൗണ്ട് കേട്ടോ, ഇത് എവിടെ കേട്ടാലും ഞാൻ ഓടി പണ്ട് അടുക്കളയിൽ വരുമായിരുന്നു. ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ തന്നെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നു. ചിക്കൻ ഞാൻ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് മൊരിയരുത്, എന്നാൽ വേണം, ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ സ്കൂൾ അടയ്ക്കുവാണല്ലോ, അപ്പോൾ സ്കൂൾ അടയ്ക്കുന്ന ദിവസം ഫുൾ ടൈം വീട്ടിലായതുകൊണ്ട് ഇനി അവനുള്ള പലഹാരങ്ങളൊക്കെ കണ്ടുപിടിച്ചുണ്ടാക്കുന്നതായിരിക്കും എൻ്റെ ജോലി. എല്ലാ കുട്ടികളുടെയും സ്കൂളൊക്കെ അടയ്ക്കുമല്ലേ 2 മാസം. ഇനി അച്ഛനും അമ്മമാർക്കും ഒക്കെ എന്തുമായിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു. 2 മാസം ഇനി അപ്പൂന് എന്തെങ്കിലും പഠിക്കാനായിട്ട് കൊണ്ട് ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പഠിക്കാനോ ഡാൻസ് പഠിക്കാനോ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കൊണ്ടുവിടണം. അവനൊരു കലാകാരനായിട്ട് വളരട്ടെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ബാക്കി വന്ന ചിക്കൻ
ചിക്കനൊക്കെ ഞാൻ ദാണ്ട ചെറിയ പീസാക്കിയിട്ട് അത് ഒന്നെങ്കിൽ കറി വെക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൂടിട്ട് നന്നായിട്ട് തിരുമി ഡപ്പയ്ക്കകത്തിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതിന് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ത് കിട്ടിയാലും കുറച്ചെടുത്ത് നാളത്തേക്ക് മാറ്റി വെക്കുക, ഇല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരത്തില്ല. അതിൻ്റെ ഒരു ശീലമായിപ്പോയി. അങ്ങനെ ഉണ്ടാക്കിയടോ എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടുവാണ് കേട്ടോ. ഞാൻ മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വീട്ടിലാരെങ്കിലും വരുന്ന ദിവസമാണെങ്കിൽ ഇതൊന്നും ചെയ്യാറില്ലായിരിക്കും. അപ്പോഴായിരിക്കും വീട്ടിലാരെങ്കിലും കയറി വരുന്നത്. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി കേട്ടോ. ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. എന്തായാലും സാരമൊന്നുമില്ല, എല്ലാവരും മനുഷ്യർ തന്നെ അല്ലയോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ കട്ടിംഗ് ബോർഡും എല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുത്തു. മനസ്സിലായില്ല? ഇപ്പം ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഡബ് ചെയ്ത് കേട്ടോ. കാരണം ഞാനിവിടെ പറഞ്ഞു അപ്പുക്കുട്ടന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ആദ്യം എടുക്കുന്നത്. അപ്പുക്കുട്ടൻ എന്തുണ്ടാക്കിയാലും അത് ഏട്ടനും ഞാൻ ഉണ്ടാക്കി വെക്കും. ഇല്ല, എനിക്കൊരു മനസ്സിന് സങ്കടം വന്നു. അത് കേട്ടപ്പോൾ തൊട്ട് ഈ കുശുമ്പം പറയുക, തിരിച്ചു പറ, എൻ്റെ അപ്പുക്കുട്ടനോടാണ് എനിക്ക് സ്നേഹം കൂടുതൽ കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, എനിക്ക് സ്നേഹം കൂടുതൽ എൻ്റെ അപ്പുക്കുട്ടനോട് തന്നെയാണ്. എൻ്റെ അച്ഛനോട് അത് കഴിഞ്ഞിട്ട് അച്ഛനോടോ എനിക്ക് സ്നേഹം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അപ്പുക്കുട്ടനുള്ള ചിക്കൻ ഇട്ടിട്ട് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് സീച്ചേട്ടന് വേണ്ടി ഇടുകയാണ്. സീച്ചേട്ടന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയാലും അത് ഏട്ടനും ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ പോലെ രണ്ടും കൂടെ കിടന്ന് അടിയിടുന്ന ഞാൻ കാണേണ്ടി വരും. അങ്ങനെ അതെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. ഉപ്പും പുളി ഉണ്ടോയെന്ന് ഉപ്പ് എരി ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി കഴിച്ച് നോക്കിയതാണ്. പക്ഷേ ഒരു തവണ നമ്മുടെ നാട്ടിൽ രുചി പറ്റിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിപ്സൊക്കെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതുപോലെ ഞാൻ ഇതിന്ന് കുറച്ച് പിച്ച് കഴിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. വെറുതെ മുളക് പൊടി ഉപ്പിട്ട് ചിക്കൻ വേവിച്ചാലും ഭയങ്കര ടേസ്റ്റാണെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. അങ്ങനെ പിന്നെ രണ്ടാമത്തത് ഞാൻ ഇളക്കിയും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഇടിച്ച് പപ്പടമാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇടിച്ചങ്ങ് എടുത്തു. മയണൈസും ചേർത്ത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇത് വെജിറ്റേറിയൻ മയണൈസാണ് കേട്ടോ. ഞാൻ പ്രത്യേകം പിന്നെ എടുത്ത് പറയുന്നത് ഇനി ആരും എൻ്റെ പൊങ്കാല ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അല്ലാതെ വെജ് മയണൈസാണ്. അതും ചേർത്ത് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് വെച്ചു. കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൽ കൂടുതൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ആട്ടോ ഈ മയണൈസിന് ഇങ്ങനെ നമുക്ക് കൂടുതൽ തോന്നുന്നത്. അപ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന ചിക്കനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതും വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനത് പാത്രത്തിലോട്ടാക്കിയിട്ട് ആ ഒരു ചട്ടി ഞാൻ കഴുകാൻ വേണ്ടി വെച്ചു കേട്ടോ. അതങ്ങനെ തന്നെ വെള്ളം ഒഴിക്കരുതെന്ന് എപ്പോഴും എല്ലാവരും പറയുമെങ്കിലും ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് അടുപ്പത്തോട്ട് വെച്ചു കഴുകി. കാരണം നമുക്ക് ബ്രെഡ് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കഴിച്ചതിൻ്റെ കുത്തലാണോ എന്ന് പറഞ്ഞുകൂടാ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ ഞാൻ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ബ്രെഡ് വെച്ചു. ദൈവമേ, എന്തൊരു ദാരിദ്ര്യവാസം എന്ന് പറയുന്ന പോലെ ആകെ കുറച്ച് ചീസേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ബ്രെഡിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടെ നെയ്യുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭക്ഷണം റെഡിയായോ എന്നറിയാനാണ് ഇടയ്ക്ക് വന്ന് വിസിറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു സ്പൂൺ കഷ്ടിച്ച് ചീസ് കിട്ടി. അപ്പോൾ അത് ഞാൻ ബ്രെഡിൻ്റെ മുകളിലോട്ട് അങ്ങ് പരത്തി കൊടുത്തു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചീസ് തീർന്നു. പിന്നെ ബാക്കി എല്ലാത്തിനും ഞാൻ നെയ്യ് ഒഴിച്ചാണ് ഉണ്ടാക്കിയെടുത്തത്. 2 ബ്രെഡ് ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അപ്പുക്കുട്ടൻ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു 200 തവണ അവൻ അടുക്കളയിൽ വന്ന് റെഡിയായോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ബ്രെഡ് എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുകളിലൊരു ബ്രെഡ് വെച്ചു. എന്നിട്ട് അത് 2ആയിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പുക്കുട്ടൻ ഓടിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഏട്ടനും അപ്പുക്കുട്ടനും കൂടെ ഒരുമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞില്ല, അച്ഛനും എനിക്ക് ഒരുമിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ട് ഏട്ടനുള്ളതും കൂടെ റെഡിയാക്കിയിട്ട് ഒരുമിച്ചാണ് കൊണ്ട് കൊടുത്തത് കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്? ഒരുപാട് സ്നേഹം ഉണ്ടായതുകൊണ്ടാണോ? ഇനി ഇല്ലെങ്കിൽ അവനും കൊടുത്തേക്കുന്നത് കൈയിട്ട് വാരുന്ന് പേടിച്ചിട്ടാണോ എന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഏട്ടനുള്ളതും അപ്പുക്കുട്ടനുള്ളതും റെഡിയാക്കി 2 പേർ കൂടെ കൊണ്ട് കൊടുക്കുകയാണ്. കഴിക്കും അപ്പുക്കുട്ടന് കൊടുത്ത ബ്രെഡിൽ മാത്രമേ ഞങ്ങൾ നെയ്യൊക്കെ തേച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൂടെ ഒന്ന് ഇച്ചിരി കഴിച്ച് നോക്കാൻ തരുമെന്ന് ചോദിച്ചപ്പോൾ അവനൊരു കടി തന്നു. പുളിയായിരുന്നു കേട്ടോ. നെയ്യും ബട്ടറും ഒക്കെ തേച്ചതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ സൂപ്പറായിരിക്കും.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിയും നനയൊക്കെ കഴിഞ്ഞ് അപ്പുക്കുട്ടൻ പിന്നെ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇത് ബോബി വരാനുള്ള വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഗേറ്റൊക്കെ തുറന്ന് നിൽക്കുന്നുണ്ടില്ലേ, അത് ബോബി വരുന്നതിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ വൈകുന്നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ തലയിൽ ഏതോ ഒരു സിനിമാ നടൻ കെട്ടി ഡാൻസ് കളിച്ചു എന്നും പറഞ്ഞ് അവൻ കിടന്ന് ഡാൻസ് ആയിരുന്നു. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ബിഗ് ബോസ് ഒക്കെ കണ്ടു കേട്ടോ. എന്നും കാണാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ തുടങ്ങിയ സീസൺ ഞാൻ 3 ദിവസവും കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ആരെയും ഇഷ്ടം എന്നൊന്നും പറയാറായിട്ടില്ല കേട്ടോ. എല്ലാവരും ഗെയിം കളിക്കുകയല്ലേ, അത് അവരുടെ ക്യാരക്ടർ അങ്ങനൊന്നും വെച്ച് ഞാൻ കാണാറൊന്നുമില്ല. എല്ലാവരും അവരവരുടെ ഗെയിം കളിക്കുന്നു. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടാറ്റാ.